ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാദകമലങ്ങളിൽ അനന്തകോടി പ്രണാമം. അമ്മ ശ്രീ ശാരദാംബയ്ക്ക് കോടി വന്ദനം. ഏവർക്കും വിനീത നമസ്കാരം. സജ്ജനങ്ങളായ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ മനന വിഷയമായി എടുത്തിട്ടുള്ളത് ആത്മോപദേശ ശതകം 5-ാമത്തെ മന്ത്രമാണ്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഉലകരുറങ്ങിയുണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയുമുറ്റു പാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലിയുകയും ഇല്ല, ഇതു കണ്ടുപോയിടേണം. ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലിയുകയും ഇല്ല, ഇത് കണ്ടുപോയിടേണം. ഈ വരികളുടെ അർത്ഥം ഇപ്രകാരമാണ്: ഉലകർ, സാധാരണ ജനങ്ങൾ ഉറങ്ങുകയും ഉണരുകയും ചിന്ത ചെയ്യും പലതും, പല പല ചിന്തകളും ചെയ്യുന്നു. ഇതൊക്കെയും മനുഷ്യനിലെ ഈ വ്യവഹാരങ്ങളെ ഉറ്റുപാർത്തു നിൽക്കും. ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന വിലമതിയാതെ വിളക്ക്, അമൂല്യമായ ആത്മദീപമാകട്ടെ. വിലമതിയാതെ വിളക്ക്, അതിൻ്റെ അർത്ഥം അമൂല്യമായ ആത്മദീപമാകട്ടെ അത് ഉദിക്കുകയും പിൻപൊലിയുകയും ഇല്ല, പിന്നെ അണയുകയും ചെയ്യുന്നില്ല. ഇത് കണ്ടുപോയിടേണം. ഈ ആത്മദീപത്തെ കണ്ടു ജീവിക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി പറയാം: സാധാരണ ജനങ്ങൾ ഉറങ്ങുകയും ഉണരുകയും പല പല ചിന്തകളും ചെയ്യുന്നു. മനുഷ്യനിലെ ഈ വ്യവഹാരങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അമൂല്യമായ ആത്മദീപമാകട്ടെ ഉദിക്കുകയും പിന്നെ അണയുകയും ചെയ്യുന്നില്ല. ഈ ആത്മദീപത്തെ കണ്ടു ജീവിക്കണം എന്നതാണ്. ഇതിൻ്റെ ആന്തരികമായ അർത്ഥതലങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ഇപ്രകാരമാണ്: സാധാരണ മനുഷ്യരുടെ ജീവിതം, അതായത് നമ്മുടെയെല്ലാം ജീവിതം നമ്മൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ്? ഉറക്കം, ഉണർച്ച എന്നീ 2 ധ്രുവങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതം പല പല വ്യവഹാരങ്ങളിലൂടെ ഊയലാടിക്കളിക്കുകയാണ്. അങ്ങനെയല്ലേ? നമ്മളെന്താണ് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല പല ചിന്തകളിലേക്ക് കടക്കുന്നുണ്ട്. എത്രയെത്ര ചിന്തകളാണ് നമ്മുടെയൊക്കെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ എത്രയെത്ര സ്വപ്നങ്ങളാണ്. ആഹ്ലാദത്തിലൂടെയും യാതനയിലൂടെയും നമ്മൾ ഓരോരുത്തരും കടന്നു പോവുകയാണ്. ഇവയൊക്കെ ഇമവെട്ടാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ശിവഭക്തന്മാർക്ക് ഇത് ശിവന്റെ 3-ാം കണ്ണാണ്. ദാർശനികന്മാർക്ക് ഇത് ഉൾക്കണ്ണാണ്. പക്ഷേ അങ്ങനെയൊരു കണ്ണ് എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്നതായി പലരും അറിയുന്നില്ല. അമൂല്യമായ ഒരു വിളക്കിനോടാണ് ഈ കണ്ണിനെ സ്വാമി തൃപാദങ്ങൾ ഉപമിച്ചിരിക്കുന്നത്. ആ വിളക്ക് അനാദിയായ ഒരു ദീപമാണ്. എന്നെന്നും കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആ ദീപം. അതൊരിക്കലും ഒരു കാലത്തും അണഞ്ഞു പോകുന്നതല്ല. കത്തിച്ചു വെച്ചതാണെങ്കിൽ ഇന്ധനം തീർന്നാൽ അത് കെട്ടുപോകും എന്നുറപ്പാണല്ലോ. ആരെങ്കിലും ഒരാൾ ആ വിളക്ക് കത്തിച്ചു വെച്ചതാണെങ്കിൽ എപ്പോഴെങ്കിലും അതിൻ്റെ എണ്ണ അല്ലെങ്കിൽ അതിലെ ഇന്ധനം തീർന്നു പോകുമ്പോൾ ആ വിളക്ക് കെട്ടുപോകും. എന്നാൽ ഈ വിളക്ക് കെടുന്നതല്ല. മനുഷ്യന്റെ നിരർത്ഥകമായ ജീവിതത്തെ സ്വാർത്ഥകമാക്കി തീർക്കാൻ ഇവിടെ സ്വാമി തൃപാദങ്ങൾ പറയുന്നത് ഈ വിളക്കിനെ കണ്ടുപോയിടേണം. അതിൻ്റെ അർത്ഥം എന്താണ്? നീ തന്നെ നിന്നെ അറിഞ്ഞ് ജീവിക്കണം എന്നുള്ളതാണ്. നീ തന്നെയാണ് ഈ ലോകത്തിന്റെ വിളക്കായിരിക്കുന്നത് എന്നറിയണം. ഇത് ജ്ഞാനാമൃതമാണ്. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 5-ാം മന്ത്രത്തിന്റെ ലഘുവ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവോം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.